ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ടെൻഷനും പേടിയും എനിക്കില്ല മിഥുനേട്ടാ. എന്റെ ചിന്ത മുഴുവനും മിഥുനേട്ടനെ കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും മാത്രമാണ്. അതുകൊണ്ടാ ഞാൻ നിന്നോടൊപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞത്. നിന്റെ യുദ്ധം ആരോടാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും ശരി, ഞാൻ എപ്പോഴും നിനക്ക് സപ്പോർട്ടായി കൂടെ തന്നെ ഉണ്ടാവും. താങ്ക്സ് മിഥുനേട്ടാ. ഇന്നത്തെ ദിവസം പുതിയ വർഷം ആരംഭിക്കാൻ പോവല്ലേ. പ്രകൃതിയിലെ ശിശിരം മാറി വസന്തം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്ന മോശ അനുഭവങ്ങളെല്ലാം മാറി ഒരു നല്ല വർഷം വരണം. നമുക്ക് നോക്കാം. എന്താ വിവേക് ഇത്? ഇത് പൂമാല. അതെവിടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതല്ലേ, എന്റെ കഴുത്തിൽ ഇടാനല്ലോ. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നേക്കാ നല്ലതേ. നിന്റെ കഴുത്തി ഇങ്ങനെ കിടക്കുന്ന കാണാനാ. മിണ്ടാതിരിക്കെ വിവേക്, ആരെങ്കിലും കണ്ട നാണക്കേടാ. എന്തിനു നാണക്കേട്? എന്റെ ഭാര്യ, എന്റെ ഇഷ്ടം. എനിക്കും വിവേകിന്റെ ഇടയിലേ അമ്മയുണ്ട്. അമ്മയുടെ ഇഷ്ടം മറ്റൊന്നാണല്ലോ. നമ്മളെങ്ങനെ കാണുകയാണെങ്കിലേ വിവേകിന്റെ അമ്മ അപ്പ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴും. നമ്മള് നല്ല മൂഡിലല്ലേ ഇപ്പോ? എന്തിനാ മോമന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നേ? രാവിലെ തന്നെ അത് നല്ലൊരു ദിവസമായിട്ട് ഈ റൊമാൻസിന്റെ ആവശ്യമുണ്ടോ? മാത്രമല്ല, നിങ്ങളുടെ മോമോ മഞ്ചരിയും കൂടി ഇന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അതെന്താണെന്ന് അറിയണ്ടേ? അവരെന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലേ? മാത്രമല്ല, ഇന്ന് രാവിലെ മുതല് മോം ഒരു മുറിയിലും മഞ്ചരി വേറെ മുറിയിലുമാണല്ലോ. ദേ വിവേക്, അമ്മ എന്തോ സംസാരിക്കുന്നുണ്ട്, കേട്ടു നോക്ക്. ഇന്ന് മുതൽ എന്റെ കൺവെട്ടത്തേക്ക് വരാതെ ആ ചാരു എന്നേക്കുമായി പുറത്തു പോണം. എന്നെ കാണുമ്പോ തന്നെ അവക്ക് ശരിക്കും പേടി തോന്നണം. വിവേക്, നിങ്ങളുടെ അമ്മ എനിക്കിട്ട് എന്തോ പണി തരാൻ നോക്കുന്നുണ്ട്. വാ, അതെന്താണെന്ന് പോയി നോക്കാം. ഇങ്ങ് വന്നേ. അരുമ ചേച്ചിയുടെ കൈ കൊണ്ട് നീ എനിക്ക് അടി വാങ്ങി തന്നു അല്ലേ? മിഥുനും ജയദേവേട്ടനും എന്നെ നീ കാരണം വഴക്ക് പറഞ്ഞു. ഞാൻ ആരാന്ന് കാണിച്ചു തരാം. നല്ലൊരു ദിവസമായിട്ട് എന്ത് സംഭവിച്ചാലും ഇന്ന് നിന്റെ കാല് ഞാൻ പൊള്ളിക്കാൻ പോവാ. നോക്ക് വിവേക്, ഒന്നും നടക്കാൻ പോകുന്നത്. നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. മോം അത് ചൂടാക്കി നിന്റെ കാല് വെച്ച് പൊള്ളിക്കാൻ നോക്ക. അതൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ മിണ്ടരുത്. ചാരു, 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 രാവിലെ മുതൽ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. ഇനി എത്ര നേരം ഡെക്കറേറ്റ് ചെയ്യും? പാചകക്കാരിയൊക്കെ വേറെ ആര് നോക്കും? നിന്റെ ചേച്ചിയെ നീ തന്നെയല്ലേ സഹായിക്കാനുള്ളത്. വാ, നമുക്ക് കിച്ചണിലേക്ക് പോവാം. മോം, ഞങ്ങൾക്കൊരു പൂജ ചെയ്യാനുണ്ട്. ഇന്ന് പാചകത്തിൽ മോം ഏടത്തെ ഹെൽപ്പ് ചെയ്യും. എന്താ വിവേക് ഇത്? അമ്മ എന്നോടൊരു കാര്യം ഓർഡർ ചെയ്യുമ്പോ അത് പറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നടന്നോളൂ അമ്മേ. അയ്യോ, എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? അയ്യോമേ. പറഞ്ഞോളൂ അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പിന്നെ ഞാൻ നന്നായി പൊള്ളിക്കണം, അത്രയല്ലേ ഉള്ളൂ. പൊള്ളിക്കാനോ? അത് പിന്നെ പപ്പടം അമ്മേ. ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പപ്പടം കാച്ചുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ശരിയാ ശരിയാ, ഞാനും അത് തന്നെയാ പറഞ്ഞത്. പപ്പടം പൊള്ളിക്കുമ്പോ വളരെ നന്നായിട്ട് തന്നെ പൊള്ളിക്കണേ. പപ്പടം കരിഞ്ഞൊന്നും പോരുത്, കേട്ടല്ലോ. ശരി അമ്മേ. അമ്മ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ആ പാത്രം ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? ഏത് പാത്ര?
അമ്മേ അതല്ല, ആ വലിയ പാനാ വേണ്ടേ, ആ പാന്. ഫാനായിരുന്നോ? ഇതാ പിടിക്ക്. ഇനി സ്പൂണിന്ന് എടുക്കോ? ആ. അയ്യോ അയ്യോ അയ്യോ, എന്റെ ഈശ്വര, എന്റെ കൈ പൊള്ളി പോയി, എന്റെ കൈ പൊള്ളി. അയ്യോ അയ്യോ, എന്റെ ഈശ്വര, എന്റെ കൈ പൊള്ളിട്ടു. അയ്യോ അയ്യോ അയ്യോ. ചാരു മോമൻ എന്തോ നല്ല പണി കൊടുത്തുന്നാ തോന്നുന്നേ. മോം എന്ത് ചെയ്താലും തിരിച്ച് പണി കൊടുക്കുന്നു. അതിന്റെ പോയത് അതുപോലെ തന്നെ ചെയ്തു. ആംബുലൻസ്, ഹോസ്പിറ്റൽ, ഡോക്ടർ. അയ്യോ അയ്യോ അയ്യോ. അമ്മ. എടാ വിവേക്, നീ എന്താ അങ്ങനെ തന്നെ ഇരിക്കുന്നത്? വേഗം ആംബുലൻസിന് ഫോൺ ചെയ്യ്. എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. നിനക്ക് എന്താ പറ്റിയത് പ്രീമതെ? നീ എന്തിനെങ്ങനെ കിടന്ന് ബഹളം വെക്കുന്ന? അത് ഞാൻ പറയാമേ. ഇന്ന് വിശേഷ ദിവസമാണല്ലോ, അതുകൊണ്ട് അമ്മ വിചാരിച്ചു പാചകം ചെയ്തു കളയാന്ന്. അതുകൊണ്ട് എല്ലാവർക്കും മുമ്പ് അടുക്കളയിലേക്കും കേറി. ഗ്യാസ് കത്തിച്ച് പാത്രം വെക്കുന്നതിന് പകരം ധൃതിയിൽ സ്പൂണാണ് എടുത്ത് വെച്ചതെന്ന് തോന്നുന്നു. ആ സ്പൂണില് ചൂടടിച്ച് കൈ പൊള്ളിപ്പോയി പാവം. അങ്ങനെയല്ലേ സംഭവിച്ചത് അമ്മേ? ഗ്യാസിൽ പാത്രം എടുത്തു വെക്കുന്നതിന് പകരം നീ എന്തിനായിരുന്നു സ്പൂൺ എടുത്തു വെച്ചത്? അതൊന്നും ശ്രദ്ധിക്കാതെ നീ എന്തിനാ സ്പൂൺ കയ്യിലെടുത്തേ? അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാലേ ഇങ്ങനൊക്കെ സംഭവിക്കുമായിരുന്നുമേ. അവളങ്ങനെ അതിന് അടുക്കള കയറാറില്ലല്ലോ. എന്താ എവിടെയാ വെക്കേണ്ടെന്നൊക്കെ അറിയണ്ടേ? കൈയൊന്നും പൊള്ളിയതേ ഉണ്ടായിരുന്നുള്ളോ? അതിനാണോ ഹോസ്പിറ്റൽ ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു പോയത്? ഇത്രയും ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? കൈ പൊള്ളിയത് എന്റെയാ. ആ വേദന എനിക്കല്ലേ അറിയൂ, നിനക്ക് എങ്ങനെ അറിയാം? അടുക്കളയിൽ വെച്ച് കൈ പൊള്ളിയതിന് ഹോസ്പിറ്റലിൽ പോകുന്നതിനെ ചെറിയമ്മേ. ചെലപ്പോ ആന്റിയുടെ കൈ ഡീപ്പായിട്ട് പൊള്ളിയിട്ടുണ്ടെങ്കിലോ മിഥുൻ? വെണ്ണ തേച്ചാ മതി, ആ പൊള്ളല് കുറയും. ചാരു, നീ പോയി കുറച്ച് വെണ്ണ എടുത്തിട്ട് വാ. ശരി അമ്മ. പ്രിയമതേ, പാചക കാര്യങ്ങളൊക്കെ മരുമക്കൾ നോക്കിക്കോളും. നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. വിവേക്, നീ എന്താ ഇത്ര കാമായിട്ട് നിൽക്കുന്നേ? സ്വന്തം അമ്മ ഇങ്ങനെ വേദനിച്ച് നിലവിളിക്കുമ്പോ നിന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലല്ലോ. വെണ്ണ എടുക്കാൻ ചാരു പോയിട്ടുണ്ടല്ലോ മോം. കുറച്ചേരം വെയിറ്റ് ചെയ്യേ, അത് തേച്ച് ഞാൻ മാറിക്കോളൂ. ഇപ്പൊ ഈ വെണ്ണ തേച്ച അമ്മയുടെ കയ്യിലെ വേദന പെട്ടെന്ന് തന്നെ മാറും. എന്റെ ചേച്ചിക്ക് പണി കൊടുക്കാൻ ആ രാക്ഷസി മഞ്ജരിയും അമ്മയും കൂടി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഇന്ന് മുഴുവനും അമ്മയുടെ കയ്യിൽ ഈ പൊള്ളലുണ്ടാവണം. എന്നാൽ അവിടെ അടങ്ങിയിരുന്നോളൂ. മഞ്ജരിയുടെ പ്ലാൻ എന്താണെന്ന് അറിയുകയും ചെയ്യാം. ചാരു, ഒന്ന് വേഗം വാ. മോമിന് നല്ല കൈവേദനയുണ്ട്. അമ്മയുടെ കൈവേദനയൊക്കെ മാറ്റാൻ ഞാൻ ഇവിടെ ഇല്ലേ? അമ്മേ, ഇവിടെ വന്നിരിക്കൂ. എടി, എന്താ ഇത്? ഇത് വെണ്ണയാണോ അതോ വല്ല വിഷമാണോ? എന്തിനാ നീ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? ഇതുപോലും സഹിക്കാനാവുന്നില്ലേ? നീ എന്താ കൊച്ചുകുട്ടിയാണോ? അയ്യോ, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ചേച്ചി. നല്ല നീറ്റലുണ്ട്. കുറച്ചു നേരം സഹിക്കമ്മേ, പെട്ടെന്ന് മാറിക്കോളും. എന്നെ കൊണ്ടിത് സഹിക്കാൻ പറ്റുന്നില്ല. വേദന കൂടുന്നല്ലാതെ കുറയുന്നില്ല. എങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത്. കൊണ്ടുപോ വിവേക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അത് മാറിക്കോളും. അയ്യോ, ഈ വേദന മാറുന്നു തോന്നില്ല ചെയ്ത വേട്ട. ഇത് സഹിക്കാൻ പറ്റുന്നില്ല.
വെണ്ണ തേക്കുമ്പോ വേദന എന്താ? ചാരു, നീ കുറച്ചുകൂടെ തേച്ചു കൊടുത്തേ. അമ്മേ, അമ്മേ. എനിക്ക് വേദനിക്കുന്നു, നീറുന്നുണ്ട്. ഇനി ചാരു എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ? എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. വെണ്ണയിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ ചാരു? കുറച്ച് വിശ്വാസം ചേർത്തിട്ടുണ്ട്. വിശ്വാസം എന്ന് വെച്ചാ? ഉപ്പ്. പ്രിയമതയെക്കാളും ഭേദം ഇവിടുത്തെ കുട്ടികളാ. ഇത്ര ചെറിയ വേദന പോലും പ്രിയമതയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഏട്ടനൊന്ന് വന്നേ. ഇനി നിന്റെ അമ്മയോട് അടുക്കള ഭാഗത്തേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞേക്ക് വിവേകെ. എടാ വിവേകെ, കുറച്ചു നേരത്തേക്ക് നോക്ക്. എന്നിട്ടും വേദന കുറയുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കൊണ്ടുപോകും. നീ ഇവിടെയുള്ളപ്പോ ചെറിയമ്മ എന്തിനാ അടുക്കളയിലേക്ക് വന്നത് ചാരു? പപ്പടം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു. പാവം ഇപ്പൊ ഒരു ബൾബും കൊണ്ട് നടക്കുന്ന കണ്ടില്ലേ? ബൾബും കൊണ്ടോ? അതേ മഞ്ജരി, കൈ പൊള്ളിയപ്പോ കൈ ബൾബ് പോലെ പൊങ്ങിയതാണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. മേഘനെ, ആ ദേ വരുന്നു മിഥുനേട്ടാ. ആന്റി, ശരിക്കും എന്താ സംഭവിച്ചത്? ആന്റി എന്തിനാ കിച്ചണിലേക്കൊക്കെ പോയത്? പപ്പടം പൊളിക്കാൻ വേണ്ടി ആവശ്യമില്ലാതെ സ്പൂണൊക്കെ എടുത്ത് വെറുതെ ഇതിന് കൈയൊക്കെ പൊളിക്കാൻ പോയേ? അതാ ചാരു വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. ശരിക്കും ഞാൻ വിചാരിച്ചത് വേറെയാ, നടന്നത് വേറെയാ. അതിന് ആന്റി എന്താ വിചാരിച്ചിരുന്നേ? ആ സ്പൂണ് ചൂടാക്കി ചാരുന്റെ കൈ പൊള്ളിക്കാനാ ഞാൻ ശ്രമിച്ചത്. അത് റിവേഴ്സായി എന്റെ കയ്യിലാ വന്ന് പൊള്ളിയത്. സ്പൂൺ ആന്റി ചൂടാക്കിയതാണെങ്കിൽ പിന്നെന്തിനാ അത് പോയി എടുക്കാൻ നിന്നേ? ആ ചാരു എന്തോ പണി ഒപ്പിച്ചതാ. എന്റെ വിധി അല്ലാതെന്താ? എന്റെ പ്ലാനൊക്കെ റിവേഴ്സ് ആയി പോയി. പക്ഷെ നിന്റെ പ്ലാനെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. അതിന് ഞാൻ ആന്റിയെ പോലെ ഒന്നുമല്ല. ഞാൻ എന്ത് ചെയ്താലും അത് തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. ആദ്യം നിന്റെ പ്ലാൻ എന്താണെന്ന് പറയൂ. അത് വർക്കൗട്ട് ആവോ ഇല്ലയോന്ന് ഞാൻ പറയാം. അത് സസ്പെൻസ് ആണെന്ന് ഞാൻ ആന്റിയോട് പറഞ്ഞതല്ലേ? എന്നോട് എന്തിനാ സസ്പെൻസ് വെക്കുന്നത്? എന്നോട് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഇവിടുത്തെ ഓരോ ചുവരിന് പോലും ചെവിയുള്ളത് ആന്റി. പ്ലാനിങ് അങ്ങനെ ലീക്കായി പോയാലോ? ചില കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല. അറിഞ്ഞാൽ അത് നടക്കാതെ പോയാലോ? ഞാനും അത് തന്നെ ചിന്തിച്ചത്. ഈ പൊള്ളിക്കുന്ന പ്ലാനൊന്നും ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ കാര്യങ്ങൾ എന്റെ തലയിൽ തന്നെ വന്നത്. അതിന് ഞാൻ ആന്റിയെ പോലെ ഒന്നും അല്ലല്ലോ. ഇന്നത്തോടെ മേഘനയുടെ കാര്യം തീർക്കാനാ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഒരു ശത്രുവും ഉണ്ടാവാൻ പോകുന്നില്ല. ശരി, നീയെങ്കിലും നിന്റെ പ്ലാൻ സക്സസ് ചെയ്യാൻ നോക്ക്. നല്ലൊരു ദിവസമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു വകയുണ്ടായാൽ മതിയായിരുന്നു. ഉറപ്പായിട്ടും ആന്റി, ഇന്നത്തോടെ മേഘനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എല്ലാ കാര്യങ്ങളും റെഡിയാ. ഏട്ടത്തി, മോമും മഞ്ജരിയും ചേർന്ന് കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല ചേച്ചി. അവരെന്തേലും ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. അവരെന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ടെൻഷനാവുന്നേ? അവരുടെ പ്ലാൻ എന്താണെങ്കിലും ടാർഗറ്റ് ഏട്ടത്തി തന്നെയാ. ഏട്ടത്തിക്ക് എന്തോ ഒരു നല്ല പണി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം വിവേക്, തീർച്ചയായിട്ടും മഞ്ജരി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിലും അത് തടയാൻ കഴിയുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പ്ലാൻ എന്താണെന്ന് അറിയാതെ അത് തടയാൻ എങ്ങനെ കഴിയും? ചേച്ചിയുടെ ഈ കോൺഫിഡൻസ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് എന്റെ കോൺഫിഡൻസ്. ഇത് മാത്രമാണ് എന്റെ വിശ്വാസം. ഇതാണ് എന്റെ രക്ഷാ കവചവും. ഈ മംഗല്യസൂത്രം പറിച്ചെറിയാനാ അവൾ കഷ്ടപ്പെടുന്നത്. പക്ഷെ മിഥുനേട്ടൻ എന്റെ കൂടെയുള്ള കാലം വരെ മഞ്ജരി എന്തൊക്കെ പ്ലാൻ ചെയ്താലും എനിക്ക് തടയാൻ കഴിയും. പക്ഷേ ആ മഞ്ജരിയുടെ കാര്യത്തിൽ ഒന്ന് സൂക്ഷിക്കണേ ഏട്ടത്തി. അവളൊന്നും ചെയ്യാൻ മടിക്കില്ലെന്ന് നമുക്കറിയാലോ. അതെ ചേച്ചി, അവൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ
മഞ്ജരി എന്തും ചെയ്യാൻ മടിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കുറച്ചു നേരം കഴിയുമ്പോൾ പൂജ തുടങ്ങും, രണ്ടുപേരും ഒപ്പം ഉണ്ടാവണം. ഉം. ഹലോ, താങ്ക് യു സോ മച്ച്. അപ്പോ പുതുവർഷം തുടങ്ങി. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ നമുക്ക് പൂജ തുടങ്ങാം. അതിന് ആഗ്രഹങ്ങളൊക്കെ എന്തിനാ തിരുമേനി? അതെന്തിനാന്ന് വെച്ചാ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പുറത്തു പറയുന്നത് നല്ലതാ. ഇനി മേഘനെ കുടുംബത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്ന് ഇവള് പറയോ എന്തോ. ഞാനും മിഥുനും ലൈഫ് ലോങ് ഒന്നിച്ച് ജീവിക്കണം. അതാ എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങളുടെ ഒരാളുടെ ആഗ്രഹം മാത്രമല്ല മോളെ, ഈ കുടുംബത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയേണ്ടത്. മിഥുന്റെ സന്തോഷം. സന്തോഷം. എന്താ മോമിത്, നിങ്ങൾ മൂന്നും ഒരേ കാര്യമാണല്ലോ പറയുന്നേ. അതായത് മിഥുനേട്ടന് നന്മയുണ്ടായ അത് ഈ കുടുംബത്തിന് തന്നെ നന്മയായിരിക്കുന്ന അർത്ഥം. അതെ മിഥുൻ, നിന്റെ സന്തോഷാണ് എല്ലാവരുടെയും സന്തോഷം. നീ നന്നായിരുന്നാൽ ഞങ്ങൾ എല്ലാവരും നന്നായിരിക്കുമല്ലോ. അതുകൊണ്ടാ നിന്റെ സന്തോഷമാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ആയിക്കോട്ടെ സർ. ഇനി നിങ്ങളിൽ ഒരാള് ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നാളികേരം ഈശ്വരന് സമർപ്പിക്കണം. മറ്റാരുമല്ല, നീ തന്നെയാണ് അത് ചെയ്യേണ്ടത് മോളെ. ഈ നാളികേരം ഞാൻ സമർപ്പിച്ചോളാം. മഞ്ജരി, ആ നാളികേരത്തിന്ന് കൈയെടുക്ക്. അത് ഞാൻ വെച്ചോളാം അത് ആന്റി. വേണ്ടെന്നല്ലേ പറഞ്ഞത്? മഞ്ജരി ഈ കുടുംബത്തിലെ മരുമകളല്ലേ ചേച്ചി, അവള് വെച്ചാൽ എന്താ കുഴപ്പം? അവള് ഗർഭിണിയാണ് പ്രിയമതെ. ഗർഭിണിയായ സ്ത്രീ നാളികേരം എങ്ങനെ വെക്കാനാ? അതെ കുട്ടി, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്തായാലും നന്നായി പോയി. നാളികേരം വെക്കാൻ പോലും പറ്റാതെ പോയല്ലോ മഞ്ജരി. ഗ്രാൻഡ്മ, എന്ന നാളികേരം ഞാൻ വെക്കട്ടെ? അമ്മ വെക്കാന്ന് പറഞ്ഞില്ലേ ചക്കി? പക്ഷെ അച്ഛന് ലക്കി ആയിട്ടുള്ളത് ഞാനല്ലേ, അപ്പൊ ഞാൻ തന്നെ വെക്കാം. ശരിയാ മോളെ, നീ തന്നെ വന്ന് വെച്ചോ. വാ. എന്റെ അച്ഛന് നല്ലത് മാത്രം സംഭവിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ എല്ലാരും സന്തോഷമായിരിക്കണം. നാളികേരം വെക്കാൻ പോയിട്ട് അത് നടക്കാത്ത വിഷമത്തില് മഞ്ജരി ആരെങ്കിലും പിടിച്ച് തിന്നുവെന്നാ തോന്നുന്നു. എല്ലാവരും ഇനി പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പഞ്ചാംഗം അങ്ങ് നോക്കാം. മേഘനെ, നീ പോയി എല്ലാവർക്കും പ്രസാദം എടുത്തോണ്ട് വാ. ഞാനിപ്പോ എടുക്കാം. എന്ത് പറ്റും മേഘനെ? ഈ 24 hours നീ ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കോന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? നീ പറഞ്ഞ സമയത്തീന്ന് 12 മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞു. ഇനി ഒരു 12 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ നീയൊന്നും പ്ലാൻ ചെയ്തില്ലേ?
നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് മഞ്ജരി? എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ? ഞാൻ ആ സമയത്ത് ചാലഞ്ച് ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ ഇതുവരെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല.